എന്നാലില്ലാതെ മേൽച്ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. പുസ്തകം അതോടൊപ്പം തന്നെ എസ്തേറിന്റെ പുസ്തകം, രണ്ട് പുസ്തകങ്ങൾ നമുക്ക് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളിലും അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്, വിഷയം ഒന്ന് തന്നെയാണ്. രണ്ടിനകത്തും കാണുന്നത് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വിഷയമാണ്. സ്തോത്രം. വീണ്ടെടുപ്പ്. അതിൽ ഒരു പുസ്തകത്തിനകത്ത് യഹൂദന്മാരുടെ വീണ്ടെടുപ്പ് എഴുതിയിരിക്കുമ്പോൾ മറ്റൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജാതികളുടെ വീണ്ടെടുപ്പാണ്. ആമേൻ. യഹൂദന്മാരുടെ വീണ്ടെടുപ്പ് എഴുതിയിരിക്കുന്ന പുസ്തകം എസ്തേറിന്റെ പുസ്തകമാണ്. ആമേൻ. സ്തോത്രം. ജാതികളുടെ പുസ്തകം എഴുതിയിരിക്കുന്ന പുസ്തകം രൂത്തിന്റെ പുസ്തകമാണ്. സ്തോത്രം. നമ്മൾ ഇന്ന് പകലിൽ വായിച്ചത് രൂത്തിന്റെ പുസ്തകമാണ്. രൂത്തിന്റെ പുസ്തകത്തിനകത്ത് ജാതികളുടെ വീണ്ടെടുപ്പാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. വീണ്ടെടുപ്പ് രണ്ട് തരത്തിൽ നമുക്കതിനെ സ്തോത്രം വിഭാഗിച്ച് പഠിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ വീണ്ടെടുപ്പ് ആശ്ചര്യമാകുന്ന വീണ്ടെടുപ്പാണ്. മറ്റൊരു വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആത്മീയമായിരിക്കുന്ന വീണ്ടെടുപ്പാണ്. സ്തോത്രം. ഇതെല്ലാം ഈ മെസ്സേജിന്റെ ഇൻട്രഡക്ഷനാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. സ്തോത്രം. അപ്പൊ രണ്ട് പുസ്തകങ്ങൾ സ്ത്രീകളുടെ പേര് കിട്ടിയിട്ടുണ്ട്. ഒന്ന് എസ്തേറിന്റെ പുസ്തകം, മറ്റൊന്ന് രൂത്തിന്റെ പുസ്തകം. എസ്തേറിന്റെ പുസ്തകത്തിലെ വീണ്ടെടുപ്പ് യഹൂദന്മാരുടെ വീണ്ടെടുപ്പാണ്. രൂത്തിന്റെ പുസ്തകത്തിലെ വീണ്ടെടുപ്പ് അത് ജാതികളുടെ വീണ്ടെടുപ്പാണ്. സ്തോത്രം. വീണ്ടെടുപ്പിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഏത് തരത്തിലുള്ള വീണ്ടെടുപ്പാണ്? ആക്ഷരികമാകുന്ന വീണ്ടെടുപ്പാണ്. മറ്റൊന്ന് ആത്മീകമാകുന്ന വീണ്ടെടുപ്പാണ്. ആമേൻ. ആത്മീയമാകുന്ന വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. നമ്മളെ വീണ്ടെടുത്തത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടെടുപ്പിന് വില കൊടുത്തതും മുടക്കിയതും എല്ലാം ദൈവമാണ്, നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അത് ആത്മീകമാകുന്ന വീണ്ടെടുപ്പാണ്. അക്ഷരീയമാകുന്ന വീണ്ടെടുപ്പിന് നമ്മൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം പരമപ്രധാനമായിരിക്കുന്ന ഒരു ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് 2 രാജാക്കന്മാരുടെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. 2 രാജാക്കന്മാർ 5-ാം അധ്യായവും 6-ാം അധ്യായം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവിടെ ആശ്ചര്യമാകുന്ന ഒരു വീണ്ടെടുപ്പ് നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ ആശ്ചര്യമാകുന്ന വീണ്ടെടുപ്പ് കാണുന്നു. അവിടെ കാണുന്ന ആശ്ചര്യമാകുന്ന വീണ്ടെടുപ്പ് ഏലീശ എന്ന് പറയപ്പെടുന്ന പ്രവാചകന്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം വളരെ ഞെരുക്കമുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾ യോർദാന്റെ തീരം വരെ പോയിട്ട് മരം മുറിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, അതിനുവേണ്ടി അങ്ങോട്ട് ഞങ്ങളോടൊപ്പം വരുമാറാകണം. എന്തിനാണ് ഏലീശയെ വിളിക്കുന്നത്? ഏലീശയെ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ ഏലീശയെ വിളിക്കുകയാണ്. ഏലീശയെ വിളിക്കാൻ 2 കാരണങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, യോർദാൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് അതിന്റെ ഒന്നാമത്തെ കാരണം. യോർദാൻ എന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും എന്ന് പറയാൻ പറ്റുമോ? യോർദാൻ എന്ന വാക്കിന്റെ അർത്ഥം മരണം എന്നാണ്. സ്തോത്രം. അപ്പൊ എവിടേക്കാണ് ഇവർക്ക് മരം മുറിക്കാൻ പോകേണ്ടത്? മരണത്തിന്റെ തീരത്താണ് മരം മുറിക്കാൻ പോകേണ്ടത്. ഒരു ഭയമുണ്ടവർക്ക്. രണ്ടാമത് അവിടെ വനപ്രദേശമാണ്. ആ വനപ്രദേശത്തിൽ ഒരുപാട് ഹിംസ്ര ജന്തുക്കൾ ജീവിക്കുന്നുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് നല്ലതാണെന്ന് അവർക്ക് തോന്നി. ആമേൻ. 2 കാരണത്താൽ ഈ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുകയാണ്? ഏലീശയെ വിളിക്കുകയാണ്. ഏലീശ അവരുടെ കൂടെ പോകുന്നു. മരം മുറിക്കൽ നടക്കുന്നു. മരം മുറിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരുവന്റെ കോടാലി ഊരി വെള്ളത്തിൽ
വീഴുകയാണ്. കോടാലി ഊരി വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ മാത്രയിൽ തന്നെ അവൻ പറയുക, യജമാനനെ, ഈ കോടാലി ഞാൻ വായ്പ വാങ്ങിയ കോടാലിയാ, കടം വാങ്ങിച്ചോണ്ട് വന്നതാണ്. ഇത് ചെല്ലുമ്പോ എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് സഹായിക്കണം. അടുത്തൊരു വൃക്ഷം നിന്നു, അതിന്റെ മരത്തിന്റെ ചില്ല വെട്ടി സ്തോത്രം ഏലീശ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ കോടാലി പൊങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. ഇനി മറ്റൊരു കാര്യം, അതിന്റെ ഒരു സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഷാർപ്പായിരിക്കുന്ന ഒരു വസ്തു, അത് ഒരു കോടാലി ആയാലും ഒരു പിച്ചാത്തി ആയാലും ഒരു വാക്കത്തി ആയാലും എന്ത് തന്നെ ആയാലും ഷാർപ്പായിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം അത് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ, അതായത് ഇത് വെള്ളത്തിന്റെ സർഫസ് ആണെന്ന് നിങ്ങൾ കരുതിക്കൂ, വെള്ളത്തിന്റെ ഉപരിതലത്തിൽ അത് വീണ് കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് പോകുകയില്ല. സ്തോത്രം. സപ്പോസ് ഇതൊരു ഷാർപ്പായിരിക്കുന്ന ഇരുമ്പ് വസ്തുവാണെന്ന് കരുതിക്കോ, ഇത് ഇവിടേക്ക് വീണ് കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് പോകുകയില്ല. എപ്പോഴും ഷാർപ്പായിരിക്കുന്ന വസ്തു എങ്ങോട്ടെങ്കിലും ദിശ തെറ്റി മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഒരു ഷാർപ്പായ വസ്തു വീണ് കഴിഞ്ഞാൽ അതിന്റെ എവിടെയാണ് വീണത് വേണേ സർഫസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം, പക്ഷെ എവിടെ പോയെന്നുള്ള ആഴം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. ഏലീശ എന്ന് പറയുന്ന പ്രവാചകൻ ഈ ശിഷ്യനായിരിക്കുന്ന പയ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ വീണ ഇടം കാണിച്ചു തന്നാ മതി. സ്തോത്രം. വീണയിടം നീ കാണിച്ചു തരാമെങ്കിൽ ആ പോയ ഇടത്ത് നിന്ന് നിന്റെ കോടാലിയെ ഞാൻ പൊക്കിക്ക് എടുത്തോണ്ട് വരാം. ഹല്ലേലൂയ. ഇത് പലപ്പോഴും നമ്മുടെ കൃപാവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സ്തോത്രം. ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കൃപാവരം കൊണ്ട് ജ്വലിച്ച പ്രിയപ്പെട്ടവരാ. നല്ല ഒന്നാം തരം അഭിഷേകം ഉണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറുമായിരുന്നു. അനേകർക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കുറെ കാലം കഴിഞ്ഞു, ജീവിതത്തിന് പല പല പരിതരിത്ത പ്രതിസന്ധികൾ വന്നപ്പോൾ ആ കൃപകളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ വീണുപോയി. ഹല്ലേലൂയ. വീണുപോയ ഇടം അറിയാം, പക്ഷെ പോയ ഇടം നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മളോട് പറയുന്നത്, ആ വീണയിടം നീ കാണിച്ചു തരാമെങ്കിൽ, ആ സർഫസ് ഒന്ന് കാണിച്ചു തരാമെങ്കിൽ, നിന്റെ കൃപ നഷ്ടപ്പെട്ട പോയ ഇടത്ത് നിന്ന് അതിനെ പൊക്കിക്കൊണ്ട് തരുവാൻ ഞാൻ ശക്തനായ ദൈവമാ. അപ്പോൾ ഈ പയ്യൻ കാണിച്ചു കൊടുത്തു. ഈ സർഫസില ഒരു കമ്പ് വെട്ടിയിട്ടു. വേഗത്തിൽ കോടാലി പൊങ്ങി വന്നു. മലയാളത്തിൽ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ, പക്ഷെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആ കോടാലി പൊങ്ങി വന്നു എന്നല്ല, ആ കോടാലി പൊങ്ങി നീന്തിക്കരയിലേക്ക് വന്നു. സ്തോത്രം. ഒരു ഇരുമ്പ് കഷ്ണം നീന്തി വരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. വേദപുസ്തകത്തിന്റെ പ്രത്യേകത അതാ. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ വേദപുസ്തകം നമ്മളോട് പറയുന്നത്. പക്ഷെ വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഒരുവൻ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വസിക്കുന്നയാളാണ് ദൈവത്തിന്റെ മഹത്വം കാണുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം വെറുതെ എഴുതിയിരിക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചെഴുതിയതാണ്. അതുകൊണ്ട് അതിനകത്ത് 100% ക്ലാരിറ്റി ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ട് കോടാലിയെ ദൈവം നീന്തുമാറാക്കിയെന്നറിയാമോ? യോർദാന്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതിന്റെ പേര് മരണമെന്ന. ഹല്ലേലൂയ. മരണത്തിൽ നിന്നാണ് കോടാലി പൊങ്ങി വന്നിരിക്കുന്നത്. ആ കോടാലി ഇവിടെ പൊങ്ങി ഇങ്ങനെ ഒരു പേപ്പർ കിടക്കുന്ന പോലോ അല്ലെങ്കിൽ ഒരു ഇല കിടക്കുന്ന പോലോ കിടന്നു കഴിഞ്ഞാൽ ഈ മരണത്തിലേക്ക് വേണം ഈ പയ്യൻ ഇറങ്ങി വന്നിട്ട് ഈ കോടാലി എടുക്കാൻ. മരണത്തിലേക്ക് ഇറങ്ങാൻ ആർക്കാ ധൈര്യം? മരണത്തിലേക്ക് ഇറങ്ങാൻ ആരും ധൈര്യപ്പെടാതിരിക്കുമ്പോൾ ദൈവത്തിനറിയാം മനുഷ്യന്റെ അകത്തെ ചിന്ത. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, അവൻ ഈ മരണത്തിലേക്ക് ഇറങ്ങുകയില്ല, യോർദാനിലേക്ക് ഇറങ്ങുകയില്ല. പകരം അവന്റെ അടുക്കിലേക്ക് ഈ കോടാലിയെ നീന്തുമാറാക്കണം. സ്തോത്രം. നമ്മുടെ അവസ്ഥകളെയും ആകുലതകളെയും നന്നായി അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാ നിങ്ങളായിരിക്കുന്നത്. മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മളെ ഉള്ളതുപോലെ അറിയാൻ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ മാതാപിതാക്കൾക്കോ അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഉള്ളതുപോലെ അറിയാൻ ഒരുവനുണ്ട്. അവന്റെ പേര് നസ്രേനാണ് യേശു. നമ്മളെ ഉള്ളതുപോലെ അറിഞ്ഞാൽ നമ്മളെ ദൈവം പരിപാലിക്കുന്നത്, നമ്മളെ നടത്തുന്നു. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം കേട്ടോ.
ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ സ്തോത്രം ദൈവം അവർക്ക് എന്തു കൊടുത്തെന്നാണ് നമ്മൾ വായിക്കുന്നത്? മന്ന കൊടുത്തു. സ്തോത്രം. എന്നാൽ ഇതിന് മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഈ മരുഭൂമിയിൽ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷത്തിന്റെ പേര് ടമറാസ്ക് എന്ന. ടമറാസ്ക്, TAMARASK, ടമറാസ്ക്. ഈ ടമറാസ്ക് എന്ന് പറയപ്പെടുന്ന വൃക്ഷത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫലം എന്താണെന്ന് അറിയാമോ? ആ ഫലമാണ് മന്ന. മരുഭൂമിയുടെ ജോഗ്രഫിക് ഹിസ്റ്ററിയിൽ കാണുകയാണ് ഒരു വൃക്ഷമുണ്ട്. ഒരുപാട് വൃക്ഷങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ആ വൃക്ഷങ്ങളുടെ പേര് ടമറാസ്ക് എന്താ? ടമറാസ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മന്നയ. പക്ഷെങ്കിൽ അതൊരു സീസണിലേക്ക് കിട്ടും. രണ്ടാമത് ആ വൃക്ഷത്തിൽ നിന്ന് അഥവാ കൂടിപ്പോയാൽ ഒരു കുടുംബത്തിനുള്ള മന്ന കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? കൂടിപ്പോയാൽ ഒരു കുടുംബത്തിനുള്ള മന്ന കിട്ടും. അത് കിട്ടിയാൽ തന്നെ ഒരു സീസണിലേക്ക് കിട്ടൂ. അതിന് കിട്ടണമെങ്കിൽ അടുത്ത സീസൺ നോക്കിയിരിക്കണം. ഇവിടെ ജനം എത്ര ഉണ്ടെന്നറിയാമോ? ഇവിടെ ജനം 6 ലക്ഷം പുരുഷന്മാര് തന്നെ ഉണ്ട്. സ്തോത്രം. 6 ലക്ഷം പുരുഷൻ. യഹൂദന്മാരുടെ ഒരു രീതി അനുസരിച്ച് അവര് സ്ത്രീകളുടെ നമ്പേഴ്സ് എടുക്കാറില്ല, സ്ത്രീകളെ കൂട്ടാറില്ല. സ്തോത്ര. ഹല്ലേലൂയ. ജൂഡുവാസിന്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്ര. ഹല്ലേലൂയ. പ്രായപൂർത്തിയായ ആളിന്റെ പേര് മാത്രമേ പറയൂ. മോന് പ്രായപൂർത്തി ആയിട്ടില്ലാത്തത് കൊണ്ട് മകന്റെ പേരും പറയത്തില്ല. ഒരു പുരുഷനും ബാക്കി സ്ത്രീകളും എന്നേ പറയത്തുള്ളൂ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് യഹൂദന്മാർ കണക്ക് കൂട്ടുന്നത്. അതിന് നിങ്ങൾക്ക് തികച്ചും അത് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്ന ഒരു സീൻ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, അല്ലെ? അവിടെ ജനസംഖ്യയെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാമോ? സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ 5000 പുരുഷന്മാർ. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ 5000 പുരുഷന്മാർ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ എന്ത് ചെയ്യണം? 5000 പുരുഷന്മാരോടുകൂടെ 5000 സ്ത്രീകളെ സ്തോത്രം കൂട്ടണം. ഹല്ലേലൂയ. സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടാതെ 5000 പുരുഷന്മാരെങ്കിൽ സ്ത്രീകളെ കൂടെ കൂട്ടിയപ്പോൾ 10,000 ഹല്ലേലൂയ. അതിന്റെ കൂടെ കുട്ടികളെ കൂടെ കൂട്ടിക്കോ. ഒരു വീട്ടിൽ നിന്ന് 2 കുട്ടി, ഒരു വീട്ടിൽ നിന്ന് 1 കുട്ടി, ചില വീട്ടിൽ നിന്ന് 1 കുട്ടി വന്നിട്ടില്ല, ചില വീട്ടിൽ നിന്ന് 3 പിള്ളേര്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 15,000 വരുന്ന കോൺഗ്രിഗേഷനെയാണ് 5 അപ്പോൾ 2 മീനും കൊണ്ട് ദൈവം നിറച്ചത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഏത് ദൈവമാണെന്നറിയാമോ? നമ്മുടെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. സംതൃപ്തകരമായി നമ്മളെ നടത്താൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. 5 അപ്പോൾ 2 മീനും ആ കണക്ക് പറയുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഇവിടെ 6 ലക്ഷം പുരുഷന്മാരെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൂട്ടിക്കോണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ കണക്ക് പറഞ്ഞാൽ കുറച്ചുകൂടൊക്കെ മുമ്പോട്ട് നീങ്ങിയപ്പോൾ 38 ലക്ഷം ജനമുണ്ട് ഈ മരുഭൂമിയിൽ. സ്വത്രം. 38 ലക്ഷം ജനത്തിന് മന്ന കൊടുക്കത്തക്ക രീതിയിൽ ടമറാസ്ക് എന്ന് പറയപ്പെടുന്ന ചെടിക്കകത്ത് നിന്ന് മന്ന കിട്ടുകയില്ല. ഹല്ലേലൂയ. അവർക്ക് സംതൃപ്തരാകാനോ അവരുടെ വിശപ്പടക്കാനോ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയ ദൈവം ഒരു അത്ഭുതം ചെയ്തു. സ്വർഗം തുറന്നു. സ്തോത്രം. സ്വർഗം തുറന്ന് വേണ്ടവണ്ണം അവർക്ക് മന്ന കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നും നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും അറിയാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ളതിനെക്കാട്ടിലുപരി, അതുകൊണ്ട് വേദപുസ്തകത്തിൽ വാക്യമുള്ളത് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി വഴി നടത്താൻ കഴിവുള്ള ഒരു ദൈവം. സ്തോത്രം, 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 സ്തോത്രം. താങ്കൾ ചോദിച്ചത് കുറച്ചായിരിക്കും സുഹൃത്തെ.
ആമെ താങ്കൾ നനച്ചതും കുറവായിരിക്കാം, പക്ഷെങ്കിൽ ആമെ തങ്ങളുടെ ആവശ്യം എന്താണെന്ന് നന്നായിട്ട് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് താങ്കൾ ചോദിച്ചതിലും താങ്കൾ നനച്ചതിലും അത്യന്തം പരമായി വഴി നടത്താൻ കഴിവുള്ള ഒരു സ്വർഗത്തിന്റെ മുമ്പിലാ നമ്മൾ ഇന്ന് പകലിലുമായിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വളരെ വേഗത്തിൽ മടങ്ങി വരികയാ. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആമേ, 6 ലക്ഷം ജനത്തെ നടത്തിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ആമേ, സ്തോത്രം, ചിലതൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ണോടഞ്ഞങ്ങ് വിശ്വസിച്ചാൽ മതിയാവും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കോടാലി പൊങ്ങി വന്നു, അത് നീന്തുക തന്നെ ചെയ്തു, അത് കരയ്ക്ക് വന്നു. ഇത് ആശ്ചര്യമാകുന്ന വീണ്ടെടുപ്പിന് ഒരു ഉദാഹരണമായിട്ട് നിൽക്കുകയാണ്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഇനിയും ഇവിടെ വായിച്ച വേദഭാഗത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ. ന്യായാധിപന്മാർ ന്യായപാലനം കാത്ത കാലത്ത് ദേശത്ത് ഉണ്ടായി ക്ഷാമമുണ്ടായി. ആ വാക്യത്തിനകത്തൊരു തെറ്റില്ലേ? സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ, ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ആമേ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച നിങ്ങള്. അതിനകത്ത് വല്ല തെറ്റ് നിങ്ങള് സ്മെല് ചെയ്തിട്ടുണ്ടോ? അതിനകത്തൊരു തെറ്റുള്ളതായിട്ട് ഞാൻ പറയുന്നു. ആ വാക്യത്തിനകത്ത് ഒരു ചെറിയ തെറ്റുണ്ട്. സ്തോത്രം. ബൈബിള് തെറ്റാണെന്നല്ല, സ്തോത്രം, നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് തെറ്റുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫ്ലേവർ അതിനകത്ത് കിടപ്പുണ്ട്. അതായത് ന്യായാധിപന്മാർ, ഒന്ന് പിരിച്ചെഴുതിക്കേ, ന്യായമായ ആധിപത്യം നടത്തുന്നവർ, അതാണ് ന്യായാധിപന്മാർ. അതായത് ആധിപത്യം എന്ന് പറഞ്ഞാൽ റൂളിംഗ്, സ്തോത്രം, ഭരണം. അപ്പൊ ന്യായമായി ഭരണം നടത്തുക, ശരിയല്ലേ? അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു വലിയ പാപമാണ് വിഗ്രഹാരാധന. കേൾക്കു പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയ്ക്കുള്ള വഴികളെ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ആര് തുറന്നിട്ടു? സ്തോത്രം, അന്ത്യകാലത്ത് ഗിദെയോൻ തുറന്നിട്ടു. അതുകൊണ്ട് ഗിദെയോന്റെ നിത്യതയെ കുറിച്ച് നമ്മൾ 10 പ്രാവശ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. പാപം ചെയ്തിട്ടും സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, അത് സാത്താൻ നമ്മുടെ മേൽ വെക്കുന്ന വലിയ ചതിയാ. അവന്റെ ചതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? കുരുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഏഫോദ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഏഫോദ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടതും ആരാധനയുമായി ബന്ധപ്പെട്ടതാ. പക്ഷെ അതിനെ ഉണ്ടാക്കി ആരാധിക്കാൻ ദൈവമാർക്കും അനുവാദം കൊടുത്തിട്ടില്ല. പ്രൈസ് ഗോഡ്. ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി അവസരങ്ങളെ തുറന്നുകൊടുത്ത് സ്തോത്രം അന്ത്യം പ്രാപിച്ചവനാ സ്തോത്രം ഗിദെയോൻ. ഹല്ലേലൂയ. ഗിദെയോന്റെ കാലത്താണ് എന്തുണ്ടാകുന്നത്? ക്ഷാമം ഉണ്ടാകുന്നത്. ദൈവത്തെ ആരാധിക്കേണ്ടവൻ ദൈവത്തെ ആരാധിച്ച് തന്നെ പോയാൽ അവൻ അനുഗ്രഹിക്കപ്പെടും. അതിനിടയ്ക്ക് വെച്ച് ദൈവത്തിന് വിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ അവൻ ക്ഷാമത്തിലേക്ക് തള്ളപ്പെടും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് കൂടെ നടക്കണം. പ്രൈസ് ഗോഡ്. ഇവിടെ കർത്താവിന്റെ ദാസി പറഞ്ഞത് നമുക്ക് ഒരു ജ്ഞാനം ആവശ്യമാണ്, അല്ലേ? അതല്ലേ പറഞ്ഞേ? കേട്ടായിരുന്നോ നിങ്ങള്? സ്തോത്രം. ജ്ഞാനം ആവശ്യമാണ്. സ്തോത്രം. സദൃശവാക്യക്കാരൻ എന്താ പറയുന്നത്? നീ ജ്ഞാനിയോടുകൂടെ നടക്കാം, നീ എങ്കിൽ നീ ജ്ഞാനിയായിത്തീരും. ഹല്ലേലൂയ. ഏറ്റവും വലിയ ജ്ഞാനി ആരാണെന്നറിയോ? ഏറ്റവും വലിയ ചാലോമനൊന്നും അല്ലെന്നേ. സ്തോത്രം. ചാലോമനാന്നൊക്കെ നമ്മളല്ലേ പറയുന്നത്. ഏറ്റവും വലിയ ജ്ഞാനി നമ്മുടെ കർത്താവാ. കർത്താവ് ജ്ഞാനിയാണെന്ന് ഞാനൊന്ന് തെളിയിക്കാം, കേട്ടോ? നമ്മൾ ഈ ശലോമനെ പറയാ നടക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ശലോമനല്ല, ആശാനല്ല വലിയ ജ്ഞാനി. അവന് ജ്ഞാനം പകർന്ന ദൈവം വലിയ ജ്ഞാനി. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ശലോമനുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചത്. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലോട്ട് ചെന്നിട്ട് സ്തോത്രം അവൻ എന്ത് ചോദിച്ചു? ജ്ഞാനം ചോദിച്ചു. അതിനൊരു അല്പമാ ദൈവം കൊടുത്തേ. സ്തോത്രം. അതിന്റെ പകുതിയെ ആരുപയോഗിച്ചിട്ടുള്ളൂ? പുള്ളിക്കാരൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി വെച്ചിരിക്കുക, കാരണം അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ. അപ്പൊ ജ്ഞാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന സ്വർഗമാണ് സ്തോത്രം ഏറ്റവും വലിയ ജ്ഞാനി. സ്തോത്രം. അത് ഞാനൊന്ന് തെളിയിക്കാം, കേട്ടോണേ. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പുരോഹിതന്മാരെ തെരഞ്ഞെടുക്കാനായിട്ട് ഒരു വലിയ പ്രോസസ്സ് നടക്കും. സ്തോത്രം. ആ പ്രോസസ്സ് നടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ 1-ാമത്തെ വയസ്സ് തൊട്ട് 6-ാമത്തെ വയസ്സ് വരെ
ആ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ലേവ്യ പുസ്തകം ഇറങ്ങ പഠിപ്പിക്കും. ലേവ്യ പുസ്തകം എന്തിനാ പഠിപ്പിക്കുന്നത്? സ്തോത്രം, പറഞ്ഞുതരാം. ഈ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങൾ. അത് പഞ്ചഗ്രന്ഥമാണ്. അതിന് തോറ എന്നാണ് പറയുന്നത്. സ്തോത്രം. അത് യഹൂദന്മാരുടെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. അതിനകത്തൊന്ന് ഉൽപ്പത്തിയും പഠിപ്പിക്കുന്നില്ല, പുറപ്പാടും പഠിപ്പിക്കുന്നില്ല, സംഖ്യയും പഠിപ്പിക്കുന്നില്ല, ആവർത്തനം പഠിപ്പിക്കുന്നില്ല. പകരം അവർ പഠിപ്പിക്കുന്നത് ലേവ്യ പുസ്തകമാണ്. ലേവ്യ പുസ്തകം നമ്മൾ കണ്ടിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അതിനകത്ത് എവിടെയും യേശു ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ ദൈവത്തിലെ പുസ്തകമല്ലേ? പക്ഷെങ്കിൽ ലേവ്യ പുസ്തകത്തിന്റെ ഓരോ വാക്യങ്ങളും എടുത്ത് നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ഒരു പേരുണ്ട്. ആ പേര് മശിഹ എന്ന്. സ്തോത്രം. മശിഹ. മശിഹ യഹൂദൻ കാത്തിരിക്കുന്ന, വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അന്ത്യകാലത്ത് വരുമെന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കുന്നു. പക്ഷെ ഈ മശിഹ നമുക്ക് നേരത്തെ അറിയാം. അത് നമ്മളെ വീണ്ടെടുത്ത കർത്താവാണ്. ഹല്ലേലൂയ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേവ്യ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ സംഗതി, അതിനകത്ത് കർത്താവുണ്ട്. അതുകൊണ്ട് 6-ാമത്തെ വയസ്സിനുള്ളിൽ ഈ ലേവ്യ പുസ്തകം മുഴുവൻ കാണാപ്പാഠം പഠിച്ച പറയാൻ ആമേൻ അവർ ഓരോരോ ആൺതലമുറയും അതിനുവേണ്ടി ഒരുക്കി പഠിപ്പിച്ചെടുക്കും. അടുത്തുള്ള ലോക്കൽ സിനഗോഗിൽ പോയിട്ട് ഈ ചെറുക്കൻ 6-ാമത്തെ വയസ്സിൽ ആമേൻ ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പറയണം. അവരെവിടാ തുടങ്ങുന്നതെന്ന് അറിയാമോ? അവര് തുടങ്ങുന്നത് തന്നെ കർത്താവില. നമ്മുടെ തലമുറകൾ ദൈവത്തിൽ തുടങ്ങണം. സ്തോത്രം. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം കാണാതെ പഠിച്ചു കഴിയുമ്പോൾ സ്തോത്രം 6-ാമത്തെ വയസ്സിൽ അവൻ ചെന്ന് പറഞ്ഞു മുഴുവൻ കേൾപ്പിച്ചാൽ, ലോക്കൽ സിനഗോഗിലെ പുരോഹിതനെ കേൾപ്പിച്ചാൽ അവൻ ജയിക്കും. അവനെ എങ്ങോട്ട് മാറ്റുമെന്നറിയോ? ബേത്ത് സേഫർ എന്ന് പറയുന്ന സ്കൂളിലേക്ക് അഡ്മിഷൻ കൊടുക്കും. അപ്പൊ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു വിഷയമാണ്. എങ്കിലും ഞാനൊരു കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ ജയിച്ചു കഴിഞ്ഞാൽ 12-ാമത്തെ വയസ്സ്, 6 തൊട്ട് 12-ാമത്തെ വയസ്സ് വരെ അവൻ ആ സ്കൂളിൽ പഠിക്കണം. 12-ാമത്തെ വയസ്സിൽ യെരുശലേം സിനഗോഗിൽ വന്നിട്ട്, ദേവാലയത്തിൽ വന്ന് 24 മഹാപുരോഹിതന്മാരും പുരോഹിത വൃന്ദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ക്രൗഡിന്റെ മുമ്പിൽ വന്നിട്ട് അവൻ വാദപ്രതിവാദം നടത്തി. ഈ പുസ്തകത്തെ കുറിച്ച് വാദപ്രതിവാദം നടത്തി. 12-ാമത്തെ വയസ്സിൽ ഈ പുരോഹിതന്മാരെ മുഴുവൻ അവൻ ജയിക്കണം. ചെറിയ കാര്യമല്ല. സ്തോത്രം. 12-ാമത്തെ വയസ്സിലാണ് ജയിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കർത്താവിനെ പരിച്ഛേദന കഴിക്കാൻ എത്രാമത്തെ വയസ്സിലാണ് കൊണ്ടുപോയെ? 8-ാമത്തെ വയസ്സിൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. 8-ാമത്തെ വയസ്സിൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ സ്തോത്രം, ആ കുഞ്ഞ് തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത്. അവര് തിരിച്ചു വരുന്നു യേശുവിനെ സ്വീകരിക്കാൻ. വരുമ്പോൾ കാണുന്ന കാഴ്ച, മഹാപുരോഹിതന്മാരും പുരോഹിത വൃന്ദങ്ങളുടെ ഇടയിൽ ഇരുന്ന് യേശു വാദിക്കുക. കിട്ടുന്നുട്ടോ? 12-ാമത്തെ വയസ്സിൽ, ദൈവദാസ പറഞ്ഞ ജ്ഞാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരിക. 12-ാമത്തെ വയസ്സിൽ വാദിച്ച് ജയിക്കേണ്ട ഒരു ചെറുക്കൻ 8-ാമത്തെ വയസ്സിൽ വാദിച്ച് ജയിക്കുക. 12-ാമത്തെ വയസ്സിന്റെ ജ്ഞാനവും 8-ാമത്തെ വയസ്സിന്റെ ജ്ഞാനവും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. ഹല്ലേലൂയ. 12-ാമത്തെ വയസ്സിൽ ജ്ഞാനം കൊണ്ട് നിറയേണ്ടവൻ 8-ാമത്തെ വയസ്സിൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനം എന്തുവാ? ആ ദൈവത്തെ കുറിച്ച് ആന്റി ഈ പകലല്ല ഇവിടെ നിന്ന് സംസാരിച്ചേ. ആ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ തുടങ്ങണം? കർത്താവിൽ തുടങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനോട് കൂടെ നടന്ന് അവരുടെ ജ്ഞാനം വർദ്ധിക്കും. കാരണം 12-ാമത്തെ വയസ്സിൽ ജയിക്കേണ്ടവൻ 8-ാമത്തെ വയസ്സിൽ ജയിച്ചു. അതാ നമ്മുടെ കർത്താവ്. അതാ ജ്ഞാനം. ഹല്ലേലൂയ. എനിക്ക് അവിടേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മടങ്ങി വരിക. കേൾക്കു പ്രിയപ്പെട്ടവരെ. സ്തോത്ര. ഹല്ലേലൂയ. ചുരുക്കത്തിൽ സ്തോത്ര. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, സ്തോത്ര. ഹല്ലേലൂയ, ദൈവം രൂത്തിനെ ഉപയോഗിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇവിടെ കാണുക. സ്തോത്രം. ഇവിടെ സ്തോത്ര ഗിദെയോന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്തോത്ര. ഹല്ലേലൂയ. ഗിദെയോൻ ദൈവത്തെ വിട്ടൊരു യാത്ര നടത്തി. ക്ഷാമം വന്നു. നമ്മൾ ദൈവത്തോട് കൂടെ നടന്നാൽ അനുഗ്രഹമാ, വിട്ട് നടന്നാൽ ക്ഷാമമാ. ആമേനത് മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. ചില കുടുംബത്തിലോട് കയറുമ്പോഴേ നമ്മൾ പറയത്തില്ലേ, ഒരു അനുഗ്രഹം, ഒരു ഐശ്വര്യം ഇല്ലെന്ന് പറയത്തില്ലേ?
വിശ്വാസികളുടെ വീടായിരിക്കും കേട്ടോ. നമ്മുടെ വിശ്വാസികളുടെ വീടാ ഞാൻ പറയുന്നത്. കയറി ചെന്ന ഒരു അനുഗ്രഹമില്ല, ഒരു ഐശ്വര്യമില്ല. സ്തോത്രം. ചകഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പിടികിട്ടും. വേദോത്സവം കൊണ്ടൊക്കെ വരുന്നുണ്ട്, അല്ലലിയൊക്കെ പറയുന്നുമുണ്ട്. പക്ഷെങ്കിൽ ഞായറാഴ്ച വരുമ്പോഴേ ഉള്ളൂ, ബാക്കിയുള്ള ദിവസം വേറെ കണ്ട. ക്ഷാമം വിളിച്ചു വരുത്തരുതേ. സ്തോത്രം. ക്ഷാമത്തെ പുറന്തള്ളാൻ നമുക്കേ കഴിയത്തുള്ളൂ. പുറന്തള്ളണമെങ്കിൽ കർത്താവിനോട് കൂടെ നടക്കണം. ദൈവത്തെ ആരാധിച്ച് കൂടെ നടന്നാൽ മതി. ക്ഷാമം ഉണ്ടാകത്തില്ല, ഒരു ക്ഷാമം ഉണ്ടാകത്തില്ല. ആത്മീയ ക്ഷാമം ഉണ്ടാകത്തില്ല, ഭൗതിക ക്ഷാമം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടില്ല ഇവിടെ നിൽക്കുന്നേ, വെറുതെ പറയുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ക്ഷാമം ഉണ്ടായി. ഒരു കുടുംബം അങ്ങോട്ട് പോകുകയാണ്. ബേത്ലഹേം എന്ന് പറയുന്ന അപ്പത്തിന്റെ ഭവനം വിട്ടിട്ട് അവര് പോകുകയാണ് മോവാബ് എന്ന് പറയുന്ന മിസ്രൈമിന്റെ ഒരു കോണിലേക്ക്. സ്തോത്രം. എവിടുന്നാ ജനം ഇറങ്ങി തിരിച്ചത്? മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. ഇപ്പോഴെങ്ങോട്ടാ പോകുന്നത്? മിസ്രൈമിലോട്ട് പോവാ. മോവാബ് മിസ്രൈമിലാ പ്രിയപ്പെട്ടവരെ. തിരുവനന്തപുരത്തല്ലയോ ഈ ആറ്റിങ്ങിലൊക്കെ അല്ലേ? ഹല്ലേലൂയ. തിരുവനന്തപുരത്തല്ലയോ ചെമ്പൂരൊക്കെ എന്നത് പറഞ്ഞ പോലെ മിസ്രൈം വലിയൊരു വാസ്റ്റായിട്ട് കിടക്കുന്ന ലാൻഡാ. അതിന്റെ ഒരു കോണാണ് മോവാബ്. അവിടേക്ക് പോകുക. എവിടുന്ന് ഇറങ്ങി തിരിച്ചോ അല്ലെങ്കിൽ ദൈവം എവിടുന്ന് പുറപ്പെടുവിച്ചോ അവിടേക്ക് മടങ്ങിപ്പോകുകയാ. ഇത് അനുവദനീയമല്ല, ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. അവിടേക്ക് തിരികെ പോവുകയാ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് 3 പേരുടെ തീരുമാനങ്ങൾ, 4 പേരുടെ തീരുമാനങ്ങളാണ്. ഈ തീരുമാനം പറഞ്ഞ് അവസാനിപ്പിക്കാനായി ഇന്ന് നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. അത് ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഇവർ അങ്ങോട്ട് പോകുമ്പോൾ എത്ര പേരാ പോയത്? 4 പേരാ പോയത്. സ്തോത്രം. 3 പുരുഷന്മാരും ഒരു സ്ത്രീയും അമ്മച്ചി. ഹല്ലേലൂയ. ഈ 3 പുരുഷന്മാർ അപ്പന് ഉണ്ട് 2 മക്കളുണ്ട്. 2 മക്കളുടെ പേരെന്തായിരുന്നു? മഹ്ലോന്, കില്യോന്. മഹ്ലോൻ എന്ന വാക്കിന്റെ അർത്ഥവും കില്യോൻ എന്ന വാക്കിന്റെ അർത്ഥവും നമ്മൾ പഠിക്കണം. സ്തോത്രം. വെറുതെ ഇങ്ങനെ വേദപുസ്തകം വായിച്ചു പോകരുത്. മഹ്ലോനും കില്യോനും എന്ന വാക്കിന്റെ അർത്ഥം രോഗി എന്നും ക്ഷീണിതനും എന്നും. എന്താണ്? രോഗിയാണ്, ക്ഷീണിതനാ. ഈ പിള്ളേരെ കൊണ്ട് നടത്തിക്കുക കേട്ടോ. രോഗിയായിരിക്കുന്ന ചെറുക്കനും അത് കാളവണ്ടി പോലും ഇല്ലല്ലോ, ഇവർക്ക് സഞ്ചരിക്കാനൊന്നുമില്ല, കഴുതയില്ല, ഒന്നുമില്ല. ഇവർ സഞ്ചരിച്ചു പോവാ. രോഗി ക്ഷീണിതനും അവൻ നടന്ന് പോകുക. സ്തോത്രം. ഇസ്രായേലിൽ അന്നത്തെ മറ്റൊരു ജോഗ്രഫിക്കൽ ഹിസ്റ്ററി ഞാൻ പറയാം. ഒരു പോകുന്ന വഴിക്ക് ഈ തൂണ് നാട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇതുപോലെ ചില തൂണുകൾ, കൽത്തൂണുകൾ കാണാം. വഴിയരികിലെല്ലാം ഇങ്ങനെ ഉണ്ട്. സ്തോത്രം. ചില ദൂരം വിട്ട് കൽത്തൂണുകൾ ഇങ്ങനെ നാട്ടി വെക്കും. നാട്ടി വെച്ചിരിക്കുന്ന കൽത്തൂണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ജ്ഞാപക സ്തംഭം എന്നാ പറയുന്നത്, ഓർമ്മയുടെ തൂണുകൾ. സ്തോത്രം. ഈ വഴിയെ കൂടി ഇങ്ങനെ പോകുമ്പോൾ അന്നത്തെ കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത്, പ്രായമുള്ള ആൾക്കാര് കുഞ്ഞുങ്ങളോട് സ്തോത്രം ഈ കൽത്തൂണിന്റെ പ്രത്യേകത വിവരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഈ പിള്ളേര് ചോദിക്കും, അപ്പൊ ഈ കൽത്തൂൺ എന്തിനാ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുന്നത്? ഉടനെ അവർ പറഞ്ഞു കൊടുക്കും ഈ കൽത്തൂണിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് അപ്പൊ നമ്മുടെ പാസ്റ്ററും മോനും കൂടെ പോവാണെന്ന് കരുതിക്കും. പോകുന്ന വഴിക്ക് മോന് പപ്പയോട് ചോദിക്കുക, പപ്പ ഈ തൂൺ എന്തിനാ? ഉടനെ പപ്പ പറഞ്ഞു കൊടുക്കുക, മോനെ ഇതാണ് സ്തോത്രം. ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നപ്പോ മോശ ചെങ്കടനെ വിഭാഗിച്ചില്ലേ, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുക. സ്തോത്രം. അവന് ഒരു അറിവ് കിട്ടി. സ്തോത്രം. ദൈവ ജനത്തോട് കൂടെ നിന്ന് ചെങ്കടനെ വിഭാഗിച്ചു. ദൈവം, ഞങ്ങളുടെ ദൈവം ആരാ? ഒരറിവ് കിട്ടി അവന്. നടക്കുക. മുമ്പോട്ട് പോയപ്പോ വീണ്ടും ചോദിച്ചു, ഈ തൂണെന്തിനാ? പപ്പ പറഞ്ഞു കൊടുക്കുക, മോനെ ഗോലിയാത്തിനെ ദാവീദ് തകർത്തില്ലേ, അതിന്റെ ഓർമ്മയ്ക്കായിട്ടാ. ഒരു ചെറിയ 4.5 അടി നീളമുള്ള ചെറുക്കൻ. സ്തോത്രം. വേദപണ്ഡിതന്മാര് പറയുന്നത് ഗോലിയാത്തിന് 13 അടി കിളരം ഉണ്ടായിരുന്ന രാക്ഷസ ജന്മമായിരുന്നു. 4.5 അടി കിളരമുള്ള ചെറുക്കൻ, 13 അടി നീളമുള്ള രാക്ഷസ ജന്മമായിരിക്കുന്ന ഒരു മനുഷ്യനെ തകർത്തതിന്റെ ഓർമ്മയുടെ തൂണുകൾ. അപ്പൊ ഇവന്റെ അകത്തൊരു ചിന്ത, ദൈവം എന്നെ ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? അകത്തൊരു ചിന്ത വരിക. അങ്ങനെ വീണ്ടും അങ്ങോട്ട് പോകുമ്പോ ചോദിക്കുക, ഈ തൂൺ എന്തിന്റെയാ? ഇത് ജനം യോർദാൻ മുറിച്ച് കടന്നതിന്റെ ഓർമ്മയ്ക്ക്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, തൂണുകളെ കുറിച്ചുള്ള വിവരണം കേട്ട് 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 ബലപ്പെട്ട ചെറുക്കൻ കൂടെ നടക്കുന്നത്. സ്വത്രം. ഇങ്ങനെ അവര് നടന്നങ്ങോട്ട് പോകുക. ആരൊക്കെയാ? മഹ്ലോനും കില്യോനും അപ്പന്റെ അമ്മയുടെ കൂടെ നടന്നു പോകുമ്പോൾ
ആമേ സ്തോത്രം. മുമ്പിൽ നിൽക്കുന്നു യോർദാൻ. ഇനി യോർദാൻ മുറിക്കാതെ അവർക്ക് അക്കരെ മോവാബിലെത്താൻ കഴിയത്തില്ല. ലേലുയ. അവിടെ നിന്ന വഴിക്ക് ആമൻ അപ്പനോട് ആമൻ ഈ പിള്ളേരൊരു ചോദ്യം ചോദിച്ചു. അപ്പാ, അന്ന് വിടിവിച്ച ദൈവമുണ്ടല്ലോ, ആമൻ ഇസ്രായേലിന്റെ ദൈവം, ആ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവം എന്നല്ലേ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അപ്പൻ ഒരു കാര്യം ചെയ്, കാലെടുത്ത് യോർദാൻ ഇവക്ക്. ആമേൻ സ്തോത്രം. യോശുവയും കൂട്ടരും കാല് വെച്ചപ്പോ യോർദാൻ വിഭാഗിച്ചതുപോലെ യോർദാൻ ഒന്ന് മാറട്ടെ, നമുക്ക് അക്കരെ കടക്കാം. സ്തോത്രം. അപ്പം പറഞ്ഞു, മക്കളെ അതൊക്കെ പണ്ട്, ഇന്നൊന്നും നടക്കത്തില്ല. നമുക്കിതൊക്കെ പറയാൻ വലിയൊരു സന്തോഷം അല്ലേ? വാര്യാപുര യോനാച്ചാൻ അത് ചെയ്തു. ലേലുയ. വേറൊരാള് മറ്റൊരു കാര്യം ചെയ്തു. ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര സുഖമാ. ചെയ്യാൻ വരുമ്പോ നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മളിലൂടെ നടക്കണമെന്നാണ്. നമ്മളിലൂടെ ഒന്നും അല്ലെങ്കിൽ പുറത്തൊന്നും നടന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലേലും നടക്കട്ടെ. പ്രാർത്ഥനയുടെ മറുപടികളും വിടുതലുകളും വീട്ടിലേലും നടക്കട്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ, അത്ഭുതങ്ങളുടെ ദൈവമാ. ആമേ സ്തോത്രം. മഹലോനും കില്യോനും രോഗികളാ. ആമേ സ്തോത്രം. അപ്പം പറയുക, യോർദാനൊന്നും ഇപ്പം മുറിച്ചാൽ കടക്കാൻ പറ്റത്തില്ല, ഇപ്പോഴും മുറിക്കാൻ പറ്റണം. അതാ വിശ്വാസി. ലേലുയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിലൊന്നും നടന്നില്ലെങ്കിലും ഒരു വിടുതൽ തന്നെ വീട്ടിലും നീ പ്രാർത്ഥിച്ചു നടത്ത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ വീട്ടിലെങ്കിലും ഒരു വിടുതൽ നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. അതിനാ നമ്മുടെ മേൽ വിളിയുള്ളത്. സ്വത്രം. നീ കുടുംബം മോവാബിലേക്ക് പോകുക. പക്ഷെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ചരിത്രം പറയുന്നത്, മഹലോനും കില്യനും രോഗിയും ക്ഷീണിതനുമായിരിക്കുന്ന ഈ രണ്ട് പുരുഷന്മാരായിരിക്കുന്ന ഈ രണ്ട് പിള്ളേര് അപ്പനെ ഒരു തോളത്തും അമ്മ മറ്റൊരു തോളത്തും വെച്ച് നീന്തി അക്കരെ കയറി. ലേലുയ. രോഗിക്ക് നീന്താൻ ബുദ്ധിമുട്ടല്ലേ? ക്ഷീണിതന് നീന്താൻ ബുദ്ധിമുട്ടല്ലേ? പക്ഷെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ അവഗണിച്ചുകൊണ്ട് നീന്തിയേ പറ്റൂ. കാരണം പട്ടിണി മാറണമെങ്കിൽ നീന്തണം. ലേലുയ. അപ്പൻ വിചാരിച്ചിരുന്നെങ്കിൽ കാല് വെച്ചാൽ യോർദാൻ വിഭാഗിച്ചേനെ. പക്ഷെ അപ്പന്റെ മേൽ കൃപയില്ല. ഹല്ലേലൂയ. ഒരു പുതിയ തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കുഴഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ആമേ സ്തോത്രം. ഹല്ലേലൂയ. വീറോടെ നിൽക്കണം, പ്രാർത്ഥനയോടെ നിൽക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോടെ നിന്നാൽ നമ്മുടെ അടുത്ത തലമുറ നീന്തി കുഴയാൻ ഇടയാകത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. അടുത്ത തലമുറ ബുദ്ധിമുട്ടാകാതിരിക്കാമെങ്കിൽ നമ്മൾ ഈ തലമുറ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു മുന്നേറാൻ തയ്യാറാകണം. 4 തീരുമാനങ്ങളാ. ഒന്നാമത്തെ തീരുമാനം ആമേ സ്തോത്രം അപ്പന്റെ തീരുമാനമാ. അപ്പന്റെ തീരുമാനം ഒരു വലിയ നഷ്ടമുണ്ടാക്കി. ആമേ സ്തോത്രം. ബേത്ലഹേമിൽ അപ്പത്തിന്റെ ഭവനത്തിൽ പട്ടിണിയാണ്, പക്ഷെ അവിടെ ആരും മരിച്ചില്ല. മോവാബിൽ അപ്പം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയത്, അപ്പം അവിടെ കിട്ടി. അവന് അപ്പം ഇഷ്ടം പോലുണ്ട്, പക്ഷെ 3 പേര് മരിച്ചുപോയി. അപ്പനും മരിച്ചു, മക്കള് 2 ആമ്പിള്ളേരും മരിച്ചു. പുരുഷന്മാര്, യഹൂദന്മാരുടെ ഇടയിൽ പുരുഷന്മാര് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതോടുകൂടി പാരമ്പര്യം നിന്നുപോയി, അല്ലെങ്കിൽ പരമ്പര അവസാനിച്ചു, ഇനി മുമ്പോട്ടൊരു ജനനമില്ലെന്നാണ്. സ്തോത്ര. അതങ്ങനെ തന്നെയാ. ആമേ സ്തോത്രം. അപ്പന്റെ തീരുമാനം നഷ്ടം വരുത്തി. അടുത്ത അമ്മയുടെ തീരുമാനമാ. അമ്മ എന്താ പറഞ്ഞെന്നറിയാമോ? ബേത്ലഹേമിൽ വീണ്ടും അപ്പം അമ്മ കൊടുക്കാൻ തുടങ്ങി, നമുക്ക് മടങ്ങിപ്പോകാം. അമ്മയുടെ തീരുമാനം ചെറിയൊരു ശേഷിപ്പിനെ കൊണ്ടുവന്നു. ഇവിടുത്തെ ഒരു വിഷയം പറഞ്ഞതേ ഉള്ളൂ. തിരിച്ചു വരുന്ന വഴിക്ക് ആമെ മൂത്ത മരുമകളായിരിക്കുന്ന ഓർപ്പ പറഞ്ഞു, ആമേ സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ, ഞാൻ അമ്മ വിടുകയാണ്, ഞാൻ മടങ്ങിപ്പോവുകയാണ്. അമ്മയാ പറഞ്ഞത് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. 2 പേരോടും പറഞ്ഞു. അവള് തീരുമാനിച്ചു തിരിച്ചു പോകാൻ. ഹല്ലേലൂയ. 50 ദൈവങ്ങളെ സേവിക്കുന്ന ആമേൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ആമേൻ മിസ്രൈമിലുള്ളത്. അവിടേക്ക് അവൾ മടങ്ങിപ്പോയി. സ്തോത്രം. 2ാമത്തെ മരുമകളോട് പറഞ്ഞു, ആമേ മോളെ വേണേ നിനക്കും മടങ്ങിപ്പോകാം. ആമേ സ്തോത്രം. ഓർപ്പയുടെ കാര്യം പറഞ്ഞിട്ട് രൂത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. എടുത്ത വാക്യങ്ങളോട് കംപ്ലീറ്റ് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. ആമേ ഇനി ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ആമേ രൂത്തിനോട് പറഞ്ഞപ്പോ രൂത്ത് പറഞ്ഞു, അമ്മേ ഞാൻ തിരിച്ചു പോകത്തില്ല. 50 ദൈവങ്ങളുണ്ട് അവിടെ, ഏതെങ്കിലും ഒരു ദൈവത്തെ തെരഞ്ഞെടുക്കാം. പക്ഷെങ്കിൽ ഞാൻ നിന്റെ ദൈവത്തെ തെരഞ്ഞെടുക്കുന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. സ്തോത്രം. ആ ഒറ്റ തീരുമാനത്തിൽ
ജാതീയ സ്ത്രീയായിരുന്ന രൂത്തിന്റെ ചരിത്രം മാറി. ഹല്ലേലൂയ. യേശുവിന്റെ വല്യമ്മച്ചയാകാനുള്ള ഭാഗ്യം ദൈവം ആർക്ക് കൊടുത്തു? രൂത്തിന് കൊടുത്തു. ശരിയായ ഒരു തീരുമാനമെടുത്തവിടെ ചരിത്രം ദൈവം മാറ്റി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കൂടെ നിന്നവിടെ ചരിത്രം ദൈവം മാറ്റി. ആമേൻ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, ദൈവത്തെ തെരഞ്ഞെടുത്തു, ദൈവം അവളെ മാനിച്ചു. ആമേൻ. ഹല്ലേലൂയ. പിൽക്കാലത്ത് സംഭവിച്ചത് ആമേൻ. ഹല്ലേലൂയ. വലിയ ചരിത്രങ്ങളാ. ബോവസിന്റെ ഭാര്യയായി മാറി. അതിനിടെ 3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ആമേൻ, അവള് വയലിൽ വന്നു പിറക്കി തിന്നാൻ തുടങ്ങി. ഹല്ലേലൂയ. കതിർമണികൾ പിറക്കിയ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറ്റി. ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട ബോവസ് പറഞ്ഞു, അവളോട് പറ കളത്തിൽ വരാൻ പറ. അവളെ കളത്തിൽ വന്നു. ആമെ പുതപ്പങ്ങോട്ട് ഇട്ടുകൊടുത്തു. അതിനകത്തോട്ട് അളന്നു വാങ്ങിച്ചു. സ്തോത്രം. എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു 3 കാലഘട്ടം കൊണ്ട് മറന്നു പോകരുത്. ഒന്ന്, നീ പിറക്കി തിന്നുന്ന ഒരു കാലമുണ്ട്, അത് നിന്റെ ബുദ്ധിമുട്ടിന്റെ കാലമാണ്. രണ്ടാമത്തെ, നീ അളന്നു വാങ്ങിക്കുന്ന ഒരു കാലമുണ്ട്, അത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെങ്കിൽ രൂത്തിന്റെ ജീവിതത്തിൽ 3ാമത്തെ ഒരു കാലഘട്ടം ഉണ്ടായി. അവള് ബോവസിന്റെ ഭാര്യയായി കഴിഞ്ഞപ്പോൾ താക്കോൽ ഇപ്പോൾ ആരുടെ കൈ കൊടുത്തെന്നറിയാമോ? ബോവസ് എടുത്ത് രൂത്തിന്റെ കയ്യിൽ കൊടുത്തു. സ്തോത്രം. ഇപ്പോൾ അവൾ അളന്നു വാങ്ങിക്കുന്നവളല്ല, അവൾ അളന്നു കൊടുക്കുന്നവളായി മാറി. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ മാനിക്കുമോ? മാനിക്കും. അനുഗ്രഹിക്കുമോ? വിടിവിക്കുമോ? വിടിവിക്കും. ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ച് കേൾക്കുന്നുണ്ടെങ്കിലും ആമേൻ. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം വരാൻ പോകുന്ന സ്വർഗത്തിലാണ്. അത് മറന്നു പോകരുത്. കർത്താവിന്റെ വരവെടുത്തു, അതിനുവേണ്ടി ഒരുങ്ങണം. ഞാൻ വാക്കിൽ ഇവിടെ നിർത്തുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രൂത്ത് യേശുവിന്റെ വല്യമ്മച്ചിയായി മാറി. ആമേൻ. ജാതീയ സ്ത്രീയായിരുന്ന ഒരു സ്ത്രീ യഹൂദനായി പിറന്ന യേശുവിന്റെ വല്യമ്മച്ചിയായി മാറിയത് ഒറ്റ കാരണത്താലാ, ഒരു തീരുമാനത്താലാ. ഇന്ന് മകൾക്ക് ഒരു നല്ല തീരുമാനമെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഉറപ്പുള്ള ഒരു തീരുമാനമെടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് ചില സ്റ്റെപ്പുകൾ വെക്കാൻ ദൈവം ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്ന് നമ്മുടെ പരീക്ഷകൾ ജീവിതത്തിൽ വന്നാലും വിടിവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം.